നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറം സെന്ററിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ആശങ്കയുണർത്തുന്നതായി കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പ് അറിയിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അധികൃതർ, MLA, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർക്ക് സംഘടന നിവേദനം നൽകി. തൃശൂർ ജില്ലയിലെ കാട്ടകാമ്പാൽ, കടവല്ലൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾ പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കുള്ള യാത്രകൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന കേന്ദ്രമാണ് കല്ലുംപുറം ജംഗ്ഷൻ. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന ഇവിടെ സമീപകാലത്ത് തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. അനിയന്ത്രിതമായ വാഹനത്തിരക്ക്, മതിയായ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെയും ട്രാഫിക് നിയന്ത്രണങ്ങളുടെയും അഭാവം എന്നിവയാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. അപകട സാധ്യത കുറയ്ക്കാൻ ട്രാഫിക് സിഗ്നൽ, സ്പീഡ് നിയന്ത്രണ സംവിധാനങ്ങൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, തെരുവു വിളക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് KCCF ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും മുൻനിർത്തി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് കല്ലുംപുറം സെന്ററിലെ അപകട ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും KCCF ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സോഫിയ ശ്രീജിത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ അനിൽ മഞ്ചറമ്പത്ത്, വർഷ മണികണ്ഠൻ, രാജൻ തറയിൽ, സുഭാഷ് മണ്ണാരത്ത്, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു ശശീന്ദ്രബാബു, നഗരസഭാ കൗൺസിലർ കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നിയൂർകുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ നേതൃത്വത്തിൽ നൽകിവരുന്ന നാലപ്പാട്ട് ബാലാമണിയമ്മ അവാർഡ്, മാധവിക്കുട്ടി അവാർഡ്, വയനാട് ദിനത്തിൽ നൽകുന്ന N. അശോകൻ സ്മാരക അവാർഡ് എന്നിവയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. സെക്രട്ടറി K. രാജേഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി കണക്കും അവതരിപ്പിച്ചു. MV ജോസ്, T. കൃഷ്ണദാസ് മാസ്റ്റർ, ഷാജു ചെറുവത്തൂർ, അബ്ദുൾ പൊന്നിയൂർകുളം, ദിനേശൻ വന്നേരി, PC ഷംസുദ്ദീൻ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ, സെക്രട്ടറി ഡെറി പോൾ, ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി എന്നിവരടങ്ങുന്ന 17 അംഗ ഭരണസമിതിയെയും യോഗം തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി SC-UP സ്കൂളിലെ 2026-27 അധ്യയന വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പൊളിയഞ്ഞാലിൽ ഉദ്ഘാടനം ചെയ്തു. MISC എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ നവാഗതരെ സ്വീകരിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ അബ്രഹാം യാക്കൂബ് പൂവത്തുമണ്ണിൽ, പ്രധാനാധ്യാപകൻ K. മുഹമ്മദ് സൽമാൻ, PTA പ്രസിഡന്റ് PA റഹിയാനത്ത്, റിജിൻസി റിംസൺ, PV മഞ്ജുഷ, ഹന്ന P. കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം, കിഡ്സ് കോർണർ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും നടത്തി. ഫിഫ വേൾഡ് കപ്പ് 2026നോടനുബന്ധിച്ച് മമ്മിയൂർ LF-CUP സ്കൂളിൽ പെനാൾട്ടി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ആദ്യ ബോൾ കിക്ക് ഓഫ് ചെയ്ത് വാർഡ് കൗൺസിലർ KC സുനിൽ ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റർ രചനാ മത്സരം, ലോകകപ്പ് പ്രവചന മത്സരം എന്നിവയും നടത്തി. ക്ലാസ് തലത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ സ്കൂൾ അങ്കണത്തിൽ പ്രദർശിപ്പിച്ചു. കുട്ടികൾ ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് പതാകകളുമായി അണിനിരന്നു. PTA പ്രസിഡന്റ് AL ജോർജ്, പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ, ഡിന ഡാനിയേൽ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ 4ാം വാർഡിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ അധ്യക്ഷത വഹിച്ചു. മജീദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ആന്റണി മാസ്റ്റർ, ബൂത്ത് പ്രസിഡന്റ് ജനാർദ്ദനൻ, UDF ചെയർമാൻ സജീവ് ചാത്തനാഥ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് OS വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ നിന്ന് ഡോക്ടർ ജയഫരീദ PhD ബിരുദം നേടി. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനം, ഒരു സാമൂഹ്യ നിയമ പഠനം എന്ന വിഷയത്തിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത്. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ ജയഫരീദ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ സജീവ സാന്നിധ്യമാണ്. PW അൻസാരിയാണ് ഭർത്താവ്. അജ്മൽ റോഷൻ, ആഫിയ അഫ്രീൻ, ആദില മിസ്ബ എന്നിവർ മക്കളാണ്. തൃശൂർ കാളത്തോട്
പള്ളിത്തൊടി എം ജമാൽ മുഹമ്മദ്, നിലോഫർ ബീഗം ദമ്പതികളുടെ മകളാണ് ഫരീദ. വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ 2025-26 മികച്ച ഡിസ്ട്രിക്ട് സെക്രട്ടറി അവാർഡ് അഡ്വക്കേറ്റ് ലിജി ജിമ്മിക്ക് ലഭിച്ചു. വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ മികച്ച ഡിസ്ട്രിക്ട് ഗവർണർ അവാർഡ് ബിന്ദു അപ്പുമോനും ലഭിച്ചു. ചരമം. കിഴൂർ മന്നംപുത്തൂർ ഗോപാലകൃഷ്ണൻ ഭാര്യ പത്മാവതി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തും. രമേശ്, രാജേഷ്, രജിത എന്നിവർ മക്കളാണ്. ഞമനങ്ങാട് കരുവമ്പായി കദളിയിൽ ദിനേശൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. പരേതയായ ഭാരതി ഭാര്യയും ദീപ, ജിഷ, ദിലീപ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.